Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4 ഇയർ UG തേർഡ് സെമസ്റ്ററിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഈ ഒരു പേപ്പറിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. എസ്എ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ദെൻ ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ അത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അസൈൻമെൻറ്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, 4th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ടൻസിലോട്ട് കിടക്കാം. ബാങ്കിങ് ഇൻഷുറൻസ് 2 ഇയേഴ്സ് അല്ല 2 അവേഴ്സിൻ്റെ എക്സാമാണ്. 45 മാർക്സാണ് നമുക്ക് വരുന്നത്, 2 മണിക്കൂർ. സോ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് എ 8 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ, അതിൽ 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. പാർട്ട് ബി 8 എണ്ണം, 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. ഒരെണ്ണത്തിന് 2 മാർക്ക്, അങ്ങനെ 10 മാർക്ക്. പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ 6 ചോദ്യങ്ങൾ നൽകുന്നു, 4 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. ഒരെണ്ണത്തിന് 5 മാർക്ക്, 4 × 5 20. ദെൻ എസ്എ 2 എണ്ണം നമുക്ക് തരുന്നു, ഒരെണ്ണത്തിന് ആൻസർ കൊടുക്കുക, 10 മാർക്ക്. ഓക്കെ, ഒരു എസ്സെ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 2 എണ്ണത്തിൽ. അങ്ങനെ ടോട്ടൽ 45 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടൻസ് ഡീറ്റെയിൽസ് ഇതാണ്. 4 ബ്ലോക്കുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബ്ലോക്ക് നമ്പർ 1 ബാങ്കിങ്, അതിൽ 2 യൂണിറ്റ് ബേസിക്സ് ഓഫ് ബാങ്കിങ് ആൻഡ് ദെൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 1 ആണ്. ദെൻ നെക്സ്റ്റ് ബാങ്കിങ് റെഗുലേഷൻ ആണ്, അതിൽ 2 യൂണിറ്റ്. ദെൻ ഇൻഷുറൻസ് ആണ് പിന്നെ വരുന്നത്, അതിൻ്റെ റെഗുലേഷൻ ആണ് ബ്ലോക്ക് നമ്പർ 4. അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളില്ലേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബ്ലോക്ക് നമ്പർ 1ഉം 3ഉം ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഈ 2 ബ്ലോക്കിൻ്റെയും പ്രത്യേകത കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ടോപ്പിക്സ്, അതിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് നമ്പർ 2ഉം 4ഉം കുറച്ചും കൂടിയും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലോക്കുകളാണ്, അതിൽ നിന്ന് ചോദ്യങ്ങളില്ല എന്നല്ല, ബട്ട് അതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് നമ്പർ 1ഉം 3ഉം ആണ്. എസ്പെഷ്യലി നമ്മൾ എസ്എ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് ബ്ലോക്ക് നമ്പർ 1 ആണ്. 4 പാർട്ടിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് നമ്പർ 1ൽ നിന്ന് പ്രതീക്ഷിക്കാം. 1 മാർക്സ് ചോദ്യങ്ങൾ, 2 മാർക്സ്, 5 മാർക്സ് എസ്എ, എല്ലാ പാർട്ടിലും ചോദ്യങ്ങൾ വരുന്നൊരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഒരു ഏരിയയിലോട്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് ബാങ്കിങ്ങിൻ്റെ. സെക്കൻഡ് കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്സ് ഓഫ് ബാങ്കിങ് ആണ് ആദ്യം വരുന്നത്. അതിൽ നമുക്ക് ആദ്യം ബാങ്കിങ് എന്താണ് കാണാൻ സാധിക്കും, അതിൽ ബാങ്ക് എന്താണ്, അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ബാങ്ക് എന്താണെന്നും അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആക്ട് ഏതാണ് അതും ചോദിക്കാം 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട്. ദെൻ ബ്ലോക്ക് നമ്പർ 1ൽ യൂണിറ്റ് നമ്പർ 1ൽ ഞാൻ പറയുന്ന മെജോറിറ്റി ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ബ്ലോക്ക് നമ്പർ 1 ആണ്. അതിൽ ഞാൻ പറയുന്ന ചോദ്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുത്തോളൂ, അതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ നിങ്ങളാണ് ഈ എക്സാം ആദ്യമായിട്ട് എഴുതുന്നത്, ഇതിനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാനില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ് ഈ സജഷൻസ് നൽകുന്നത്. അതിൽ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് ആണ്, ഓഫ് എ ബാങ്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് ആ ഒരു ടോപ്പിക്ക് പ്രതീക്ഷിക്കേണ്ടത്. ദെൻ ഈ ഒരു യൂണിറ്റിൽ 3 എസ്എ ടോപ്പിക് ഉണ്ട്, അതിലെ ഒരു ടോപ്പിക്കാണിത്, ഫങ്ഷൻസ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്നത്. ഒന്നുകിൽ എസ്എക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാം, നിർബന്ധമായും പഠിക്കണം. പ്രൈമറി ഫംഗ്ഷൻ, അതിൽ ആക്സെപ്റ്റിംഗ് ഓഫ് ഡിപ്പോസിറ്റ്, ദെൻ നെക്സ്റ്റ് ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ദെൻ യൂട്ടിലിറ്റി, ദെൻ സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ
എസ് എ ആയിട്ടോ അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എടുത്തിട്ട് ചോദിക്കുകയും ചെയ്യാം. അത് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക്. എസ് എക്ക് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതാണ് ആദ്യത്തെ ഒരു എസ് എ സജഷനായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. ടൈപ്സ് ഓഫ് ബാങ്ക്സ് 5 മാർക്സിൻ്റെയിലേക്കോ അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെയോ 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, റീജിയണൽ റൂറൽ ബാങ്ക് എന്താണ്, സെൻട്രൽ ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഇതൊക്കെ എന്താണെന്ന് സെപ്പറേറ്റ് 2 മാർക്സ് ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നിർബന്ധമായും പഠിക്കണം. ദെൻ കോർ ബാങ്കിങ് സൊല്യൂഷൻ 1 മാർക്ക് ചോദ്യം, ആ രീതിയിൽ നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് എന്താണ്, കറണ്ട് അക്കൗണ്ട്, FD, റിക്കറിങ്, ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. ഇനി നമ്മളിതിൽ ഫോക്കസ് കൊടുക്കേണ്ടത് കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻട്രൽ ബാങ്കിൻ്റെ കാര്യങ്ങളാണ്. സെൻട്രൽ ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ നമുക്കൊരു എസ് എ ടോപ്പിക്കിലോട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ്, അതല്ലെങ്കിൽ 5 മാർക്കിനാവാം. ഫങ്ഷൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക്, അതുപോലെ തന്നെ റോള് നിർബന്ധമായും പഠിക്കണം. ഒന്നുകിൽ എസ് എ അല്ലെങ്കിൽ 5 മാർക്ക്. റോൾ ഓഫ് RBI സെൻട്രൽ ബാങ്ക്, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ റോൾ ഓഫ് RBI. എഗെയിൻ ഞാൻ പറഞ്ഞു എസ് എക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. റോൾ ഓഫ് RBI, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഈ പറയുന്ന RBIയുടെ റോൾ എന്ന് പറയുന്നത് കൂടുതൽ 5 മാർക്കിൻ്റെയിലേക്ക് മാത്രം സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. 5 മാർക്സിൻ്റെയിലേക്ക് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് ഒരു എസ് എ ടോപ്പിക്കിലേക്ക് നമുക്ക് വയ്ക്കാൻ പറ്റുക. ഇനി ലാസ്റ്റ് ഇതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പോൾ ഇതാണ് 3ാമത്തെ എസ് എ ടോപ്പിക്ക്. ഫസ്റ്റ് എസ് എ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, ബാങ്കിൻ്റെ കാര്യങ്ങൾ. രണ്ടാമത് ഈ പറയുന്ന സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്. മൂന്നാമത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, കീ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്. അതും കീ ഫങ്ഷൻസ് ആക്ച്വലി 5 മാർക്സ് ചോദ്യമാണ്, എസ് എക്ക് സ്കോപ്പുള്ളതല്ല. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കീ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിൻ്റെയിലേക്കോ 2 മാർക്കിൻ്റെയിലേക്കോ ആ രീതിയിലേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, അതല്ലാണ്ടൊന്നും വരാൻ സാധ്യത ഇല്ല. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെ ക്രെഡിറ്റ് കൺട്രോൾ എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ക്രെഡിറ്റ് കൺട്രോൾ നിർബന്ധമായും പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളെ എസ് എക്ക് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലോട്ട് ഞാൻ ഒന്നുകൂടി കടക്കാണ്. കാരണം 2 എസ് എ ആണ് വരിക, അതിൽ ഒരെണ്ണത്തിന് ആൻസർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടിയും പറയുന്നു. അതിൽ ആദ്യം ഞാൻ പറഞ്ഞു ബാങ്ക് എന്താണ്, ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഓഫ് എ ബാങ്ക്, ഇതൊരു എസ് എ ടോപ്പിക്ക്. പിന്നെ എസ് എക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ്. ഈ 2 ടോപ്പിക്സ് ആണ് നമുക്ക് എസ് എക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫങ്ഷൻസ് ഓഫ് ഈ ഒരു യൂണിറ്റിൽ നിന്ന്. ഓക്കെ, റോൾ ഉണ്ട്, അത് നോക്കണം. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, അതിൻ്റെ കീ ഫങ്ഷൻസ് 5 മാർക്കോ 2 മാർക്കോ ആയിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ക്രെഡിറ്റ് കൺട്രോൾ നിർബന്ധമായും പഠിക്കണം കേട്ടോ. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2. യൂണിറ്റ് നമ്പർ 2ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 1ൽ നിന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ വരും. യൂണിറ്റ് നമ്പർ 2ലും എസ് എക്ക് ഉള്ള 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ യൂണിറ്റ് നമ്പർ 1ഉം 2ഉം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എസ് എ ലഭിക്കും, ഷുവറാണ്. ഒരു 4 എസ് എ ടോപ്പിക്ക് ഞാൻ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് വേണ്ട എസ് എ ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് ബാങ്കർ ആൻഡ് കസ്റ്റമർ. ആരാണ് ബാങ്കർ, ആരാണ് കസ്റ്റമർ? 2 മാർക്കിൻ്റെയിലേക്കോ 1 മാർക്കിൻ്റെയിലേക്കോ നമുക്ക് പ്രതീക്ഷിക്കാം. ഹു ഈസ് എ കസ്റ്റമർ നിർബന്ധമായും പഠിക്കണം, വരും. ദെൻ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഇതൊരു എസ് എ ടോപ്പിക്കാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് മറ്റൊരു ടോപ്പിക് കേട്ടോ. അത് എസ് സിക്ക് ഉള്ളതിനേക്കാൾ റിലേഷൻഷിപ്പിൽ 5 മാർക്ക് സ്പെഷ്യൽ റിലേഷൻഷിപ്പൊക്കെ വരുമ്പോൾ ഒരു 5 മാർക്കിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എസ് സിക്കുള്ള
ഒരു സ്കോപ്പ് ഇനി ഇടുമെന്ന് അറിയില്ല. 10 മാർക്കിൻ്റെ ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ 5 മാർക്കാണ്. പിന്നെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സേവിങ്സ്, കറൻറ്റ്, FD, റിക്കറിങ് ഒക്കെ. അതൊക്കെ സെപ്പറേറ്റ് 2 മാർക്കായിട്ടൊക്കെ ചോദിക്കാം. ഇപ്പോൾ NRI ആരാണ്, NRE അക്കൗണ്ടിനൊക്കെ പറ്റിയിട്ട് അത് നോക്കി വെച്ചോളൂ. നെക്സ്റ്റ് ചെക്ക് എന്താണ്, 2 മാർക്ക് ചോദ്യം നിർബന്ധമായും പഠിക്കണം. ദെൻ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചെക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, SC ടോപ്പിക്കാണ്. എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചെക്ക് നിർബന്ധമായും പഠിക്കണം, SC ടോപ്പിക്കാണ് കേട്ടോ. ചെക്ക് എന്താണ്, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചെക്ക്. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ചെക്സ് ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിലോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്റ്റെയിൽ ചെക്ക് എന്താണ്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്താണ്, ക്രോസിംഗ് ഓഫ് ചെക്ക് ഇത് കഴിഞ്ഞാലുണ്ട്, ബെയറർ ചെക്ക്, ഓർഡർ ചെക്ക്. ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡിസോണർ ഓഫ് എ ചെക്ക്, അതിൻ്റെ കോമൺ റീസൺസ് 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. കോമൺ റീസൺസ് ഡിസോണർ ഉണ്ട്, 5 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ അതാണ് ആ ഒരു ഏരിയയിൽ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്രോസിംഗ് ആണ്. ക്രോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ക്രോസിംഗ് ഓഫ് ചെക്സ്, ടൈപ്സ് ഓഫ് ചെക്ക് ക്രോസിംഗ്. അപ്പോൾ ഒന്നുകിൽ 5 മാർക്സ് ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ് ഒക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. 2ഓ 5ഓ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ടൈപ്സ് ഓഫ് ക്രോസിംഗ് എന്തായാലും നോക്കണം കേട്ടോ. അപ്പോൾ ക്രോസിംഗ് നോക്കണം, ടൈപ്സ് ഓഫ് ക്രോസിംഗ് നോക്കണം. പിന്നെ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ചെക്ക് എന്താണ്, 2 മാർക്ക് ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇതൊക്കെയാണ്. അഗെയിൻ മറ്റൊരു ക്വസ്റ്റ്യനാണ്, കമ്പാരിസൺ ഓഫ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്. റിപ്പീറ്റായിട്ട് നമുക്ക് കണ്ടുവരാറുള്ളൊരു ഏരിയ അല്ല. ലീഗൽ ഇമ്പോർട്ടൻസ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഇത് നോക്കാം, 2 മാർക്ക് ചോദ്യം. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെയിനായിട്ട് ചെക്ക് എന്താണ്, ചെക്കിനെ പറ്റിയിട്ടുള്ള എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്ക് നോക്കണം, ഡിസോണർ ഓഫ് ചെക്ക് നോക്കണം, പിന്നെ ബാങ്കറും കസ്റ്റമർ, ഹു ഈസ് ബാങ്കർ, ഹു ഈസ് കസ്റ്റമർ, അത് അവരുടെ റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പ് അടക്കം അത് നോക്കി പോകണം. അപ്പോൾ ദാറ്റ്സ് ഔട്ട് ഈ പറയുന്ന യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നേരത്തെ യൂണിറ്റ് നമ്പർ 1 നിന്ന് ഞാൻ പറഞ്ഞ SC ടോപ്പിക്സും ഇതിൽ ചെക്കും പിന്നെ റിലേഷൻഷിപ്പും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഒരു SC എന്തായാലും ഉണ്ടാവുക. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ബ്ലോക്ക് നമ്പർ 1നെ പറ്റി പറയാനുള്ള. ഇനി ബ്ലോക്ക് നമ്പർ 2 നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നതാണ് ബ്ലോക്ക് നമ്പർ 2 എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം കുറേയൊക്കെ ലോ ആയതുകൊണ്ട് തന്നെ. റിക്കവറി ഓഫ് ഡെറ്റ് ഡ്യൂ ടു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 1993 ആക്ട്, DRT ആക്ട് ആണ്. ഇപ്പോൾ DRT എന്താണ്, 2 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങളിതിലെ പല കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന മറ്റ് ഏരിയാസ് ആദ്യം അവസാനിപ്പിക്കുക, അതിന് ശേഷം ഇതിലോട്ട് കടന്നാൽ മതി. ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് DRT ആണ് നോക്കാം. 5 മാർക്സിൻ്റെയിലേക്കാണ് ഞാൻ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ ഉള്ള ഈ 4 പോയിൻറ്റ്സ് ഉള്ള പിന്നെ DRTയുടെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് ഫങ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് നോക്കാം. ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസിൽ ടോട്ടൽ 6-7 പോയിൻറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇടുമെന്ന് അറിയില്ല. അപ്പോൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് DRT എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ പിന്നെ ഫങ്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്ക്, അത്രയാണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. 2 മാർക്കിൻ്റെ ചോദ്യമാണ് നെക്സ്റ്റ്. പലപ്പോഴും കാണാറുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സർഫാസി ആക്ട് 2002. എന്താണ് സർഫാസി എന്നുള്ളത് 2 മാർക്കിൻ്റെ. സെക്യൂരിറ്റൈസേഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ 2 മാർക്കിൻ്റെ പലപ്പോഴും കാണാറുള്ളതാണ്. ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002, 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റായിട്ട് കാണാറുള്ളൊരു ഏരിയ ആണ് സർഫാസി. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കാം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, ദെൻ ഇതൊക്കെയാണ് അതിലുള്ള.
പിന്നെ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയണത് ടീമുകളുണ്ട്. ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആക്ട് 2 മാർക്കിൻ്റെലേക്ക് നോക്കാം. ബാക്കിയുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അതിന് ശേഷം പറയുന്നത്. ഇതൊക്കെ ഡിജിറ്റൽ ഇമ്പാക്റ്റ് ഓൺ ഡിജിറ്റൽ ട്രാൻസാക്ഷനൊക്കെയാണ് അതിൻ്റെ കേസ് സ്റ്റഡിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈമിൻ്റെ ബേസിൽ അവസാനം നോക്കുക. അതിനേക്കാളും എളുപ്പമുള്ള ഏരിയാസ് അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ അതാദ്യം കവർ ചെയ്യാൻ ശ്രമിക്കുക. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്താണ്? 2 മാർക്ക് ചോദ്യം. അപ്പോൾ ബേസൽ റിഫോംസ് ഇതൊക്കെ 2 മാർക്കിൻ്റെലേക്ക് നോക്കി വയ്ക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. NPA മാനേജ്മെൻറ്റ് എന്താണ്? അതിൻ്റെ സ്ട്രാറ്റജിക് മെഷേഴ്സ് 2 മാർക്കോ 5 മാർക്കോ ആയിട്ട് പ്രതീക്ഷിക്കാം. NPA മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക് മെഷേഴ്സ്. അപ്പോൾ ഇതാണ് യൂണിറ്റ് നമ്പർ ബ്ലോക്ക് നമ്പർ 2-ലെ യൂണിറ്റ് നമ്പർ 1 അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ DRTയുടെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. അതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ നോക്കാൻ പറഞ്ഞതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ. ദെൻ യൂണിറ്റ് നമ്പർ 2 ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. സ്റ്റെപ്സ് ഇൻ അക്കൗണ്ട് ഓപ്പണിംഗ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകൾ. ആദ്യം സെലക്ഷൻ ഓഫ് അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നുള്ളത്, കളക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം, ഫില്ലിംഗ് ദ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം, KYC കാര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. 2 മാർക്സോ 5 മാർക്സോ ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 5 മാർക്ക്. ഡോക്യുമെൻറ്റ്സ്, സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ് നോക്കി വയ്ക്കാം. പിന്നെ ഡെബിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, 2 മാർക്ക് ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇതിൽ പിന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നോക്കിക്കോളോ വരും. ദെൻ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് എങ്ങനെയാണ്, ഡിജിറ്റൽ ഓൺ ബോർഡിങ്, ഈ സ്റ്റെപ്പുകൾ 5 നോക്കി വെച്ചോളൂ കേട്ടോ. 5 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ്, ഡിജിറ്റൽ ഓൺ ബോർഡിങ്. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 2. ബ്ലോക്ക് നമ്പർ 2-ൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളിലോട്ട് ഫോക്കസ് കൊടുത്താൽ മതി. മെയിനായിട്ട് 2 മാർക്ക് 5 മാർക്കാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഞാൻ യൂണിറ്റ് നമ്പർ 1-ൽ ഞാൻ പറഞ്ഞ ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്നൊരു ചോദ്യം എസ്സേ, പിന്നെ ഇതിൽ നിന്ന് ഇൻഷുറൻസിൽ നിന്നൊരു ചോദ്യം. ഇങ്ങനെയാണ് ഞാൻ 2 ടോപ്പിക്സ് പ്രതീക്ഷിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതുക. കൂടുതലപ്പോൾ ബ്ലോക്ക് നമ്പർ 1-ലെ 2 യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷുറൻസിൽ പല കാര്യങ്ങളും ലെങ്തിയാണ്, ഒരുപാട് നോക്കാനുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ഈസിയസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് എന്താണ് 2 മാർക്കിലേക്ക് നോക്കി വയ്ക്കണം നിർബന്ധമായും. ദെൻ നെക്സ്റ്റ് പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് ആരൊക്കെയാണ്? ഇത് 2 മാർക്ക് ചോദ്യത്തിൽ വരും കേട്ടോ. പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് നിർബന്ധമായും നോക്കുക. അതുപോലെ തന്നെ റിസ്കിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ്. എന്താണ് റിസ്ക്? ക്ലാസിഫിക്കേഷൻ ഓഫ് റിസ്ക് 2 മാർക്ക് ചോദ്യമാണ്. റിസ്ക് എന്താണ് നിർബന്ധമായും പഠിക്കുക. 2 മാർക്കിൻ്റെ പ്യൂർ റിസ്ക് ആൻഡ് സ്പെക്കുലേറ്റീവ്, ഫണ്ടമെൻ്റൽ ആൻഡ് പെർട്ടിക്കുലർ. അപ്പോൾ റിസ്കിനെ പറ്റിയിട്ട് ചോദിക്കും. അതിൽ നമുക്ക് 5 മാർക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറബിൾ റിസ്ക് ആണ് 5 മാർക്ക് ചോദ്യത്തിലേക്ക്. ഇനി നെക്സ്റ്റ് ഇതിൽ ഒരു എസ്സേ ടോപ്പിക് എന്ന് പറയാനുള്ളത് ഈ ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ് ആണ്. പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്. ഒരു എസ്സേ ടോപ്പിക് ഇതിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസും. ഇത് 2 എസ്സേക്ക് സ്കോപ്പുള്ള ടോപ്പിക്സ് ആണ്. എന്തൊക്കെയാ? അതുപോലെ തന്നെ ഉണ്ട് 5 മാർക്കിൻ്റെലേക്ക് ആവാം പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് ഇടാം. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസോ അതുപോലെ തന്നെ ഈ പറയണ ഇമ്പോർട്ടൻസോ. ദെൻ 5 മാർക്കിൻ്റെലേക്ക് ആവാം പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് വരാം. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കോ 1 മാർക്കോ ചോദ്യമായിട്ട് വരും. പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണ്? ഈ പ്രിൻസിപ്പിളിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് ആവാൻ വരാം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് ക്ലോസ്, കോസ പ്രോക്സിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ പ്രോക്സിമ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇത് 5 മാർക്ക് ചോദ്യമാവാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് ആവാം പ്രതീക്ഷിക്കും.
അപ്പോൾ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 3. ഇതിൽ നിന്നിപ്പോൾ ഒരു എസ്സേക്ക് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഫങ്ഷൻസ് ഇമ്പോർട്ടൻസ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് 5 മാർക്കോ അതല്ലെങ്കിൽ 2 മാർക്കിൻ്റെ അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. വലിയൊരു യൂണിറ്റ് ആണ് കേട്ടോ അത്. ലൈഫ് ഇൻഷുറൻസ് എന്താണ്? പല ഇൻഷുറൻസിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസും അതിൻ്റെ ഫീച്ചേഴ്സ് തരാൻ വേണ്ടിയിട്ട് 5 മാർക്ക് ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. ലൈഫ് ഇൻഷുറൻസ് ആണ് ആദ്യം. അതിൻ്റെ ഫീച്ചേഴ്സ് 2 മാർക്സോ 2 മാർക്സിലേക്ക് ആവാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ അതിന് ശേഷം വാരിയസ് ലൈഫ് ഇൻഷുറൻസ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യുലിപ്പ് എന്താണ്? റിപ്പീറ്റ് ആണ്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ മണി ബാക്ക് പോളിസി എന്താണ് നോക്കണം. പിന്നെ ജനറൽ ഇൻഷുറൻസ് ആണ് അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനറൽ ഇൻഷുറൻസിനെ പറ്റിയിട്ട് അതിൻ്റെ ടൈപ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നോക്കി വയ്ക്കുക. എന്താണ് ലൈഫ് ഇൻഷുറൻസ്, എന്താണ് ജനറൽ ഇൻഷുറൻസ്. ടൈപ്സ് ചോദിക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ ബാങ്കിങ്ങിൽ നിന്നാണ് എങ്കിൽ അത് എഴുതായിരിക്കും. ഇതിലിപ്പോൾ ടൈപ്സിൽ ലൈഫ് ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. പിന്നെ അതിൽ ഈ പറയുന്ന യുലിപ്പ്, യൂണിറ്റ് ലിങ്ക്ഡ് മണി ബാക്ക് പോളിസി അത് നോക്കുക. ജനറൽ ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ ടൈപ്സ്. അതിലിപ്പോൾ പറയുന്ന ഫയർ ഇൻഷുറൻസ് നോക്കി വയ്ക്കണം. നമുക്ക് 2 മാർക്ക് ചോദ്യമോ 5 മാർക്കിൻ്റെ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ഫയർ ഇൻഷുറൻസിനെ പറ്റിയിട്ട്. ഇപ്പോൾ ജനറൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്, ഇത് രണ്ടാണ് മെയിനായിട്ട് വരുന്നത്. ലൈഫ് ഇൻഷുറൻസിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക. പിന്നെ ജനറൽ ഇൻഷുറൻസിൽ ഫയർ ഇൻഷുറൻസ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. അതാണ് മെയിനായിട്ട് കവർ ചെയ്യേണ്ടത് കേട്ടോ. അതാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇനി കണ്ടതിൽ ഒരുപാട് പിന്നെ ഉണ്ട്. അതിൽ ഏതാ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് നോക്കി വെച്ചോളൂ. ദെൻ ഇൻഷുറൻസ് പ്രീമിയം 2 മാർക്സ് ചോദ്യം. സോ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, വലിച്ചു വാരി പഠിക്കാതിരിക്കുക. ഞാൻ പറയുന്ന മെയിൻ കാര്യങ്ങളിലോട്ട് ഫോക്കസ് പോവുക. ഇൻഷുറൻസിലെ ടൈപ്സിൽ ലൈഫും ജനറലും നോക്കുക. ലൈഫിലും പറഞ്ഞിട്ടുള്ള പോയിന്റ്സിലോട്ട് യുലിപ്പൊക്കെ കൂടുതൽ നോക്കി വയ്ക്കുക. ജനറൽ ഇൻഷുറൻസിൻ്റെ ടൈപ്സിൽ ഫയർ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇനി ബ്ലോക്ക് നമ്പർ 4 ആണ്. ഇതും കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടേമുകളൊക്കെ വരുന്ന യൂണിറ്റ് നമ്പർ ബ്ലോക്കാണിത്. റെഗുലേഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻഷുറൻസ് ക്ലെയിം എന്താണ്, 2 മാർക്ക് ചോദ്യം. പിന്നെ നെക്സ്റ്റ് ഫോക്കസ് കൊടുക്കേണ്ടത് ക്ലെയിമാണ്. ഇതിൽ കാണാൻ സാധിക്കും ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ്. അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്സിൻ്റെയിലേക്കുള്ള ആ ഒരു രീതിയിൽ നോക്കി വയ്ക്കുക കേട്ടോ. അത് എസ്സേക്കൊക്കെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് ഉണ്ടെങ്കിലും അതിനേക്കാളും ഈസി ആയിട്ടുള്ളത് ആദ്യത്തെ പാർട്ടിലുണ്ട്. അപ്പോൾ എസ്സേക്കൊക്കെ വേറെ നമ്മൾ ബാങ്കിങ്ങിലത്തെ ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. ഇതേപോലെ ടൈമിൻ്റെ ബേസിൽ നോക്കാം നിങ്ങൾ ഈ പറയുന്ന ഏരിയാസൊക്കെ കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കാം. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് യൂണിറ്റാണ്. അപ്പോൾ ഇതിലും അത്യാവശ്യം കാര്യങ്ങൾ റെഗുലേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. FDA എന്താണ് ഇൻഷുറൻസ് നിർബന്ധമായി നോക്കി വയ്ക്കണം. പിന്നെ ബാങ്ക് അഷുറൻസ് നിർബന്ധമായി നോക്കണം. 2 മാർക്ക് ചോദ്യമാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുക. 2 മാർക്സോ 5 മാർക്സിലേക്ക് വരാം ബാങ്ക് അഷുറൻസ്. ദെൻ നെക്സ്റ്റ് IRDA. ഇതിൽ നമ്മൾ നോക്കേണ്ടത് IRDA ആണ്. 2 മാർക്സ് ആവാം. അതിൻ്റെ ഫങ്ഷൻസ് 5 മാർക്ക്. IRDA എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ആ യൂണിറ്റ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ പറയാനുള്ള. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നോക്കാം, അതിന് ശേഷം ബാക്കിലേക്ക് പോയിക്കോളൂ, നോ പ്രോബ്ലം. എന്താ കാരണം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഏരിയാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയാലും പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ബ്ലോക്ക് നമ്പർ 1 ബേസിക്സ് ഓഫ് ബാങ്കിങ്. അതിൽ ഞാൻ പറഞ്ഞ എസ്സേ ടോപ്പിക് 5 മാർക്ക് 2 മാർക്സ് ഒക്കെ നോക്കുക. ബാങ്കർ ആൻഡ് കസ്റ്റമർ നോക്കുക. അപ്പോൾ ഈ ഒരൊറ്റ ബ്ലോക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു എസ്സേ ലഭിക്കും. 5 മാർക്ക് ചോദ്യങ്ങൾ 2 മാർക്ക് 1 മാർക്ക് ഒക്കെ ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇൻഷുറൻസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് നമ്പർ 3 നോക്കുക. ഈ 2 ബ്ലോക്കുകൾ പഠിച്ചതിന് ശേഷം ബ്ലോക്ക് നമ്പർ 2 പോയാൽ മതി. അതിലത്തെ കാര്യങ്ങൾ നോക്കുക. ബ്ലോക്ക് നമ്പർ 4 പോകുമ്പോൾ IRDA നോക്കണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. 4 എല്ലാ ബ്ലോക്കിൽ നിന്നും ചോദ്യങ്ങളുണ്ടായിരിക്കും, എന്നാലും കംഫർട്ടബിൾ ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നോക്കാം.
ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.